ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കോടീശ്വരന്മാരുടെ മോർണിംഗ് റുട്ടീൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുക, കഠിനമായ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അത് തീർക്കാൻ ഓടുക. ഇതാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യഥാർത്ഥത്തിൽ ഒരു മോർണിംഗ് റൊട്ടീൻ എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന, നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന 3 ലളിതമായ കാര്യങ്ങളാണ്. ഇത് 3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ സമ്പത്തിനായിട്ടുള്ള മാനസികാവസ്ഥ വികസിപ്പിക്കാൻ സഹായിക്കും. നമുക്ക് നോക്കിയാലോ? നിങ്ങൾ ഉറക്കമുണരുന്ന ആ ആദ്യത്തെ 1 മിനിറ്റ് ഉണ്ടല്ലോ, അത് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. എന്താണെന്നറിയോ? ആ സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കളിമണ്ണ് പോലെയാ. നിങ്ങൾ അതിലേക്ക് എന്ത് നൽകിയാലും അത് വേഗത്തിൽ ആഗിരണം ചെയ്യും. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെയാണത്. ഇവിടെയാണ് നമ്മളെല്ലാവരും വലിയൊരു തെറ്റ് ചെയ്യുന്നത്. രാവിലെ കണ്ണ് തുറക്കുന്ന ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? കൈ തപ്പി ഫോൺ എടുക്കുന്നു, സോഷ്യൽ മീഡിയ നോക്കും, നെഗറ്റീവ് ന്യൂസ് കാണുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകൾ വായിക്കുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് കാണുന്നു, മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെ എവിടെയാണ് എത്തിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുകയാണ്, ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്, ഞാൻ ഒന്നിനും തികയാത്തവനാണെന്ന്. നിങ്ങൾ കാണുന്ന ഓരോ നെഗറ്റീവ് കാര്യവും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുകയും അത് ദിവസം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിന് അസ്വസ്ഥത നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്ന നിയമം ഇതാണ്: ആദ്യത്തെ 60 മിനിറ്റ് ഫോൺ തൊടരുത്. പകരം നമ്മൾ അവിടെ മറ്റൊരു കാര്യം സ്ഥാപിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ദിവസം മുഴുവൻ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ സഹായിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന മാജിക് ആണ്. നമ്മുടെ ഉപബോധ മനസ്സും നെർവസ് സിസ്റ്റവും ഒരു ടീം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സ്വപ്ന ജീവിതം ഇതിനകം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ധാരാളം പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, പുതിയ ക്ലയൻറ്റ്സ് നിങ്ങളെ തേടിയെത്തുന്നു. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഫീലിങ്സ് എന്തായിരിക്കും? തീർച്ചയായും അത് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും, അല്ലേ? അതുകൊണ്ട് രാവിലെ കണ്ണ് തുറക്കുന്ന ഉടനെ ഫോണിലേക്ക് നോക്കുന്നതിന് പകരം ആ ഒരു ഫീലിങ്സിലേക്ക് പോകണം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇതാണ്: ജനലിലൂടെ പുറത്തെ പ്രകൃതിയെ നോക്കും, നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും, ഇന്ന് ഈ പ്രകൃതിയെ കാണാൻ കഴിഞ്ഞതിന് ഞാൻ ഭാഗ്യവതിയാണ്. എന്നെ പുതച്ചിരിക്കുന്ന ഈ പുതപ്പിൻ്റെ ചൂട് ഞാൻ അറിയും, ആ സുഖകരമായ പുതപ്പിന് നന്ദി, ഞാൻ എത്ര ഭാഗ്യവതിയാണ് എന്ന് ആ നിമിഷം ഞാൻ സ്വയം അനുഭവിക്കും. ഇന്ന് എനിക്ക് ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ സഹായിച്ചതിന് നന്ദി. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലളിതമായി തോന്നാം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം. പുതുപ്പിന് നന്ദി പറയുന്നു, ഇതാണോ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് നിങ്ങളിപ്പോൾ ചോദിച്ചേക്കാം. ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിനെ ഒരു പോസിറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യും. അതുമാത്രമല്ല, ഇത് നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന സിഗ്നൽ, ഞാൻ സുരക്ഷിതയാണ്, ഞാൻ സന്തോഷവാനാണ് എന്നാണ്. ഈ ആക്റ്റീവ് അപ്രീസിയേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ എനർജിയും മാറ്റിമറിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, ലക്ഷ്യങ്ങളെ പ്രൈം ചെയ്യുക. അതായത് നന്ദി ആദ്യം നമ്മൾ നന്ദി പറഞ്ഞു. ഈ നന്ദി പ്രകടനത്തിന് ശേഷം വരുന്ന ആ കുറഞ്ഞ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ആഴത്തിൽ ശ്വാസമെടുത്ത് ആ ദിവസത്തെ ലക്ഷ്യങ്ങളെ മനസ്സിനോട് പറയുക. ഇവിടെ ഒരു രഹസ്യമുണ്ട്. ആ ലക്ഷ്യം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒന്നായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ഇതിനകം നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം പറയാൻ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ നിത്യജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ പറയാം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിലും കൃത്യമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. എൻ്റെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം എനിക്ക് ലഭിച്ചു. അങ്ങനെ. അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ ഇന്ന് പഠിക്കാൻ തീരുമാനിച്ച ഭാഗങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ പഠനത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ്. ഇനി ബിസിനസ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇന്ന് അപ്രതീക്ഷിതമായി എനിക്ക് പുതിയൊരു പ്രോജക്റ്റ് ലഭിച്ചു. എൻ്റെ കരിയറിൽ വലിയൊരു മാറ്റത്തിന്
ഇത് തുടക്കമായി. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ദിവസം മുഴുവൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ലക്ഷ്യം നിങ്ങളുടെ ശരീരത്തിന് വിശ്വസിക്കാൻ കഴിയുന്നത് ആയിരിക്കണം കേട്ടോ. വല്ലാതെ അവിശ്വസനീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സത് തള്ളിക്കളയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആവേശം നൽകുന്ന കാര്യമായിരിക്കണം, അല്ലാണ്ട് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന കാര്യങ്ങൾ പറയരുത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ച് തല പുകയ്ക്കുന്ന കാര്യമായിരിക്കരുത് പറയുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള ആ സന്തോഷത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ആ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷം തോന്നുന്ന കാര്യമായിരിക്കണം. അതുപോലെ തന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആലോചിച്ച് തല പുകയ്ക്കരുത്. പകരം അത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള ആ റിലാക്സേഷൻ ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുക. ഈ എനർജിയിലായിരിക്കണം നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്. ഇനി ഈ 3 കാര്യങ്ങൾ വളരെ ചുരുക്കി ഞാനൊന്ന് പറയാം. ഒന്നാമത്തേത്, ഫോൺ ഒഴിവാക്കുക. രാവിലെ കണ്ണു തുറന്നാലുടൻ ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ തുടരുത്. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകുക. രണ്ടാമത്തേത്, നന്ദി പറയുക. നെഞ്ചിൽ കൈവച്ച് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക്, അതൊരു പുതപ്പായാലും പ്രകൃതി ആയാലും നിങ്ങളുടെ ആരോഗ്യം ആയാലും, മനസ്സറിഞ്ഞ് നന്ദി പറയുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കും. ഇനി മൂന്നാമത്തേത്, ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുക. ആ ദിവസം നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ മനസ്സിനോട് പറയുക. ആ ആത്മവിശ്വാസത്തോടെ മാത്രം ബെഡിൽ നിന്നും എഴുന്നേൽക്കുക. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ ദിവസം മാത്രമല്ല ജീവിതം തന്നെ പോസിറ്റീവായിട്ട് മാറും. ഇനി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഇതെല്ലാം അതുപോലെ കോപ്പി ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ നോ ഫോൺ എന്ന കാര്യം ഒരിക്കലും മാറ്റം വരുത്തരുത്. പകരം നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തും ഇതിൽ ചേർക്കാം. അത് ചിലപ്പോൾ നല്ലൊരു പാട്ട് കേൾക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കുന്നതാകാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതാകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതായത് എന്നും ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ ആഡ് ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടി എനർജി ചെലവാക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എനർജി മാറ്റിവെക്കുക. സ്വയം സ്നേഹിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ മോർണിംഗ് റൊട്ടീനിൽ വരുത്തുന്ന ഒരു മാറ്റം എന്താണ്? ഒന്നുകിൽ ഫോൺ ഒഴിവാക്കുന്നതാകാം, അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും ചേർക്കുന്നതാകാം. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്